Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. and powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. co-powered by Aris Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? സ്വന്തം തെറ്റ് കണ്ടെത്തുകയും അത് സമ്മതിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഏറ്റവും എളുപ്പമുള്ള മറ്റൊരു കാര്യമുണ്ട്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുകയും അത് പറഞ്ഞു നടക്കുകയും ചെയ്യുക. ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Every children should be creative, innovative and productive. And it is through quality education. എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഡ്യൂക്കേഷണൽ പ്ലസിലുള്ളത് അത്തീന ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ മിസ്റ്റർ വി എൻ പി രാജ് സാറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ല സ്കൂളിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ഏറ്റവും നല്ല അധ്യാപകർ, അവർ വാർത്തെടുക്കുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്? എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു സ്കൂളിൽ അവർ കുട്ടികളെ വാർത്തെടുക്കേണ്ട ഒരു രീതി? ഇതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെ വിഭിന്നമാണ്. നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് ഒരുപാട് ശമ്പളം വാങ്ങുന്ന അധ്യാപകനോ തീരെ കുറച്ച് ശമ്പളം വാങ്ങുന്ന അധ്യാപകനോ ഹയസ്റ്റ് മാർക്ക് മേടിച്ച് പാസ്സായ അധ്യാപകനോ പല പ്രാവശ്യം തോറ്റു പഠിച്ചു വന്ന അധ്യാപകനോ ഒന്നുമല്ല. കാരണം ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തിന് വ്യത്യാസമൊന്നുമില്ല, വിഷയം അത് തന്നെയാണ്. ആര് പഠിപ്പിച്ചാലും ഈ വിഷയമേ പഠിപ്പിക്കാൻ പറ്റൂ, ഈ വിഷയത്തിന് അപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല. അപ്പം കണ്ടൻറ്റ് സെയിമാണ്, കോൺസെപ്റ്റ് സെയിമാണ്, കോണ്ടെക്സ്റ്റ് മാറ്റം വരും. അതുകൊണ്ട് ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാണോ, ഒരധ്യാപകൻ മോശപ്പെട്ട അധ്യാപകനാണോ എന്നതൊന്നും തന്നെ കുട്ടികളിൽ അധികം റിഫ്ലക്റ്റ് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കുട്ടികളിൽ എന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ആ കുട്ടികളിലെ വിദ്യാഭ്യാസത്തോടു കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്കുണ്ടാകുന്ന ജ്ഞാനത്തോടൊപ്പം ഉണ്ടാകുന്ന അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. അവർ ജീവിതത്തെ എങ്ങനെ കാണും, ജീവിതത്തിലൂടെ എന്ത് നേടും, അതെങ്ങനെ നേടും, അതിനുള്ള മനധൈര്യം, ഇതൊക്കെയാണ് ഒരു സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നത്. അല്ലാതെ സ്കൂളായിട്ട് ഡോക്ടറെയും എൻജിനീയറെയും ഒന്നും ഉണ്ടാക്കില്ല. അധ്യാപകർക്കായിട്ട് ഡോക്ടറെ എൻജിനീയറെ ഉണ്ടാക്കാനും സാധ്യമല്ല. അപ്പോൾ കുട്ടികളുടെ കാഴ്ചപ്പാട്, ജ്ഞാനത്തോടൊപ്പമുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടാകും? അതാണ് ചോദ്യം. ആ കാഴ്ചപ്പാടിലാണ് ഈ മാനേജ്മെൻറ്റ് കടന്നു വരുന്നത്. ഒരു സ്കൂളിൻ്റെ ഒരു മാനേജ്മെൻറ്റിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടാണ് ആ മാനേജ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാഴ്ചപ്പാട് എന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ട് ആ പേരൻസ് പഠിച്ചിട്ട് അവരാ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കുന്നു എങ്കിലാണ് അവർ ആ മാനേജ്മെൻറ്റിലുള്ള വിശ്വാസം കണക്കിലെടുത്ത് ഒരു കുഞ്ഞിനെ അവിടെ കൊണ്ടുതരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഏതൊരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പും ഒരു രക്ഷകർത്താവ് നോക്കേണ്ടത് ഈ സ്കൂളിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ആ കാഴ്ചപ്പാട് എത്രമാത്രം അവർ അച്ചീവ് ചെയ്യുന്നുണ്ട്, അവർ പ്രതിഫലിക്കുന്നുണ്ട്, അതാണ് പേരൻറ്റിൽ ഉള്ള വിശ്വാസം. ആ വിശ്വാസത്തോടു കൂടിയാണ് ഒരു സ്കൂളിലേക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട്, അതെങ്ങനെയാണ് ഒരു സ്കൂൾ നടപ്പാക്കുന്നത്? അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇന്ന് എനിക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട്
ഞാൻ എന്നിൽ നിന്നും സ്കൂളിലെ പ്രിൻസിപ്പളിലേക്ക് മാറ്റും. അതെൻ്റെ കഴിവാണ്. ഈ കാഴ്ചപ്പാട് എങ്ങനെ ഒരു പ്രിൻസിപ്പൾ ഏറ്റെടുക്കാൻ പറ്റും, പ്രതിഫലിപ്പിക്കാൻ പറ്റും. അങ്ങനെ പ്രിൻസിപ്പൽ ഏറ്റെടുക്കുന്ന ആ കാഴ്ചപ്പാട് അദ്ദേഹം സ്കൂളിലെ സീനിയർ ലീഡേഴ്സിന് കൊടുക്കും. അവരത് ഏറ്റെടുത്തിട്ട് അവർ അധ്യാപകരിലേക്ക് പകർന്നു കൊടുക്കും. അങ്ങനെയാണ് അധ്യാപകർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത്. അധ്യാപകൻ വരുന്നത് കരിക്കുലം പഠിപ്പിക്കാനല്ല, കരിക്കുലത്തിൽ പറഞ്ഞ പുസ്തകം പഠിപ്പിക്കാനല്ല. അധ്യാപകൻ വരുന്നത് ആ ഓരോ ക്ലാസ്സിലും കുട്ടിക്ക് ഉണ്ടാകേണ്ട അറിവിനെ ഈ കാഴ്ചപ്പാടുമായിട്ട് നമ്മൾ മോരിൽ ഉപ്പിടുന്ന മാതിരിയാണ് കലക്കിയെടുത്തിട്ട് ആ കാഴ്ചപ്പാടോടുകൂടിയാണ് ആ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ അധീന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചെമ്പക എഡ്യൂക്കേഷൻ ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അധ്യാപകന് നൽകുന്നത് ഒരു സ്വാതന്ത്ര്യമാണ്. ഇത് പകർന്നു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകൻ്റെ ഇഷ്ടത്തോടു കൂടി ചെയ്യാം. അവിടെ ഒരു വലിയൊരു കാര്യം ഇരിപ്പുണ്ട്. ഇപ്പം ഞാനൊരു അധ്യാപകനാണെന്ന് വെച്ചോളൂ. എനിക്ക് സബ്ജക്റ്റിൽ പരിജ്ഞാനമുണ്ട്, പഠിപ്പിച്ച് പരിചയവുമുണ്ട്, കാഴ്ചപ്പാട് മാനേജ്മെൻറ്റ് പറഞ്ഞു തരുന്നു. കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഈ കുട്ടി ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത്, അതാണ് കാഴ്ചപ്പാട്. പുസ്തകം പഠിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതിയോ, അതേ യഥാർത്ഥ ജീവിതത്തിൽ ഇതിനെ കൊണ്ടുപോകണോ, ഈ പ്രകൃതിയിലേക്ക് ഈ നോളജ് ചെന്ന് പരീക്ഷിക്കണമോ, യഥാർത്ഥ ലൈഫ് സാഹചര്യങ്ങളിൽ പരീക്ഷിക്കണമോ, ഇതൊക്കെയാണ് കാഴ്ചപ്പാട്. ഞങ്ങളടുത്ത് വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പഠിക്കേണ്ട, ചോദ്യോത്തരത്തിന് വേണ്ടി പഠിക്കേണ്ട, അത് സ്ട്രെസ്സും ചെയ്യേണ്ട, പോയി പരീക്ഷിക്കുക. നേരെ പ്രകൃതി ചെന്നിട്ട് നോക്കുക, ഇതെവിടെ ഇരിക്കുന്നു, റിയൽ ലൈഫിൽ എവിടെ ഇരിക്കുന്നു, റിയൽ ലൈഫിലുള്ള ആൾക്കാർ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് ടു എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ലേണിംഗ്. അതില്ലെങ്കിൽ പഠിക്കേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധ്യാപകനിലേക്ക് പോകുമ്പോൾ അധ്യാപകന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അത് തന്നെയാണ്. നിങ്ങൾ ഇത് കുട്ടിയിലേക്ക് എത്തിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്തിക്കുക, അവനെ പരീക്ഷ എന്നും പറഞ്ഞ് സ്ട്രെസ് ചെയ്യാതിരിക്കുക, അവനെ പ്രായോഗിക ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം കൊടുക്കുക, അവൻ തന്നെ പ്രകൃതിയിൽ പോയി ഇത് കണ്ടെത്തുക, അവൻ കളിക്കുന്ന സമയത്ത് ഇത് എങ്ങനെയൊക്കെയാണ് അവൻ ഉപയോഗിക്കുന്നത് കണ്ടെത്തുക. ഇതൊക്കെയാണ് നമ്മൾ അധ്യാപകന് കൊടുക്കുന്ന കാഴ്ചപ്പാട്. ഇവിടെ ഒരു കാര്യം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതൊക്കെ എനിക്കറിയാം, കാഴ്ചപ്പാടും അറിയാം, പക്ഷേ ഞാനൊരു പാട്ടുകാരനാണ്. സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ നന്നായിട്ട് പാടുക എന്നുള്ളത് എൻ്റെ ജീനിലുള്ള കാര്യമാണ്, എൻ്റെ കലയാണ്. പാട്ട് പാടാൻ അറിയുന്ന അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ പാട്ട് കൊണ്ടുവരണം, പാട്ടിലൂടെ പഠിപ്പിക്കണം. വരയ്ക്കുമ്പോൾ വരയിലൂടെ പഠിപ്പിക്കണം. എന്നിൽ ഉറഞ്ഞു കിടക്കുന്ന എൻ്റെ എല്ലാ കലകളും ഞാൻ ഈ വിദ്യാഭ്യാസം കൈമാറാൻ ഉപയോഗിക്കുന്ന ടൂൾസിൽ കൊണ്ടുവന്നിട്ട് അതിലൂടെ ഞാൻ ഡെലിവറി ചെയ്താൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ പൂർണ്ണ തൃപ്തനായിരിക്കും. അപ്പോൾ തൃപ്തരായ അധ്യാപകരെ കണ്ടെത്തുക. അപ്പോൾ ഒരു സ്കൂളിന് നല്ല അധ്യാപകൻ വേണമെങ്കിൽ അത് തൃപ്തരായ അധ്യാപകരായിരിക്കണം. തൃപ്തരായ അധ്യാപകരാവണമെങ്കിൽ അവരുടെ സ്വകാര്യ കലകൾ കൂടി ഉപയോഗിച്ചിട്ട് വേണം ഇത് പഠിപ്പിക്കാനുള്ളത്. പിന്നെ 3, ആ സ്കൂളിൻ്റെ കാഴ്ചപ്പാടിലൂടെ വേണം ഇത് പഠിപ്പിക്കാനുള്ളത്. ഇതിൽ ചെമ്പക എഡ്യൂക്കേഷനോ അധീനോ എഡ്യൂക്കേഷൻ ആയാൽ നമ്മൾ പറയും കുട്ടിക്ക് ഒരു സ്ട്രെസ്സും ചെയ്യാതെ കുട്ടിയെ പ്രായോഗിക ജീവിതത്തിൽ ഈ പഠിച്ചതെല്ലാം ഒന്ന് പരീക്ഷിക്കാൻ പറയും. യഥാർത്ഥ ലൈഫിൽ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറയും. സ്വന്തം അനുഭവങ്ങൾ കൊണ്ടുവന്ന് പഠിച്ചതിനെ ചോദ്യം ചെയ്യാൻ കുട്ടിയോട് ആവശ്യപ്പെടും. ഇത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ് നമ്മൾ വിദ്യാഭ്യാസം കൈമാറുന്നത്. അത്തരം കുട്ടികൾ തീർച്ചയായിട്ടും അവർ പഠിച്ച വിഷയങ്ങൾ ഒരിക്കലും മറക്കില്ല. എന്തുകൊണ്ടാണ് ഒരിക്കലും മറക്കാത്തത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരനുഭവിച്ചതാണ്.
ഏതെങ്കിലും അനുഭവിച്ച കാര്യം നമ്മൾ മറക്കുമോ? അമ്മയുടെ ദോശയുടെ രുചി നമ്മൾ മറക്കുമോ? നമ്മൾ അനുഭവിച്ചതല്ലേ. കുഞ്ഞുനാളിൽ നമ്മൾ അനുഭവിച്ചുള്ള ഒന്നും കുഞ്ഞുനാളിലല്ല, നാളിന്നു വരെയും അനുഭവിച്ച ഒന്നും നമ്മൾ മറക്കത്തില്ല. ആ അനുഭവങ്ങൾ എന്നും ഓർമ്മയിലുണ്ടാകും. ആ അനുഭവങ്ങളിലൂടെ പെരുമാറാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പഠിച്ചതെല്ലാം ഒന്ന് അനുഭവിച്ചെങ്കിലോ, പഠിച്ചതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ കൊണ്ടുപോയി ഒന്ന് നമ്മൾ പരീക്ഷണം നടത്തി ഒന്ന് അനുഭവിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഉറപ്പാണ് കുട്ടി ഒന്നും മറക്കത്തില്ല. മറക്കുക മാത്രമല്ല, ഏത് പാതിരാത്രി വിളിച്ച് ചോദിച്ചാലും ഉത്തരം പറയുകയും ചെയ്യും. ഇതെടുത്ത് മറ്റ് പലതിലും അപ്ലൈ ചെയ്തിട്ട് അവൻ അതിന് സമാധാനം കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ഉത്തമ വിദ്യാഭ്യാസം, ഉത്തമ കുട്ടികൾ, ഉത്തമ അധ്യാപകർ, ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അധ്യാപകരിലേക്ക് നമ്മളുടെ താല്പര്യങ്ങൾ പകർന്നു കൊടുക്കുക, അധ്യാപകരുടെ സ്വന്തം കലകൾ കൊണ്ടുവരിക, എല്ലാ ടെക്നോളജിയും അധ്യാപകർക്ക് കൊടുക്കുക, സന്തോഷപരമായിട്ട് അധ്യാപകൻ്റെ സ്വതസിദ്ധ കലകളിലൂടെ ഈ വിദ്യാഭ്യാസം നൽകുക. അതായിരിക്കും എൻ്റെ ഉത്തരം. ഇന്നത്തെ എഡ്യൂക്കേഷൻ പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. ദിസ് ഇസ് സ്റ്റെഫി സൈനിങ് ഓഫ് ഫ്രം അഥീന എഡ്യൂക്കേഷൻസ്. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 9714244457. മിന്നൂസിന്റെ റെഡി ടു കുക്ക് ഇഡ്ഡലി ദോശമാവും ചട്നിപ്പൊടിയും ഉണ്ടെങ്കിൽ ഉറപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് നന്നാകും. മിന്നൂസ്, നിങ്ങളുടെ ഹൃദയം പോലെ പരിശുദ്ധമായത്. അറേബ്യൻ നാടുകൾക്ക് നവോന്മേഷം പകരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ചായ ഹൈ ടീ. ഹൈ ടീ, ഫൈൻ ക്വാളിറ്റി. Hello and welcome to Eurotravel's Visa Change Details. 90 days visa change rate is only 1299 dirhams and 30 days visa change rate is only 1049 dirhams. We assist you with your air ticket, hotel bookings and UAE tourist attractions. Contact us for more details. Wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. Gulf Brothers Hair Fixing. Wipe your baldness forever. ഡനാട്ട് ഗ്രൂപ്പ് പ്രവാസി വിശേഷം. പ്രവാസി വിശേഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി വിശേഷത്തിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് UAEയിലെ ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഹെഡ് ആയിട്ടുള്ള സജി അരിമ്പൂർ സാറാണ്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് UAEയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? Well, we have been here in the market for the past 23 years and people have recognized us quite well. People have come to know us reasonably well, and what we have done for the companies and company formations and other thing, we know quite well what we are into. And according to that, the initial thing what we have come up was with the attestation part. We do attestation from all over the world, all the documents, all the certificates, which we are well known and adversed in those activities. Simultaneously, we have started our business activities also with setting a business setup for newcomers or business startups. Customers have known us well because we are prompt with our dealings, we are prompt with our convincing powers and other things. And people obviously see what they require is more of interaction with us to know more things, what exactly is happening, updation of all the reasonable documents as well as aspects of laws over here.
We are in touch with almost all the government departments. So access to almost all the departments makes it easier for us to convince the customer and make them feel ease to start the business from their end. So that is what we are always looking at, and moreover people are also interested to find a more friendly sort of conservative type of feelings, where they feel okay, where they have access to almost all the places, or they get the direct communication from us in order to make sure what their intentions are and what we would prefer from our end to make sure that the business runs smoothly. സർ, ഈ കമ്പനി ആദ്യമായിട്ട് ദുബായിലാണോ അതോ അബുദാബിയിലാണോ സർ സ്റ്റാർട്ട് ചെയ്തത്? No, we started a company initially in Abu Dhabi, and then gradually we opened up in other places like Dubai and Sharjah. And now we have diversified our activities to further GCC countries like Saudi Arabia, Oman, Doha, Qatar, Bahrain. Almost all the places we have our direct offices and we have our direct sponsors over there. So it becomes easy for us to communicate with our customers or our clients wherever they want to open a new business setup. They can do so without any hassles or any problems. And apart from that, our activities also have been diversified. Initially we had started up with attestation part, and now we have started up with business setup, and many other things are also come up. We are also into migration part, we are also into education part, and we also got offices. And if there are some cases where clients do come and ask us that if they have to diversify their business activities to UK or US, even there also we have our provisions. We have our offices in UK, we have our offices in Philippines, in Canada, as well as in US also. So anyone to start up a business in any part of the world, they can always come have an access through us, and they can start their business from our end. We'll give all the support from us to open a business company in any of these set places from our end. സർ, എന്തൊക്കെയാണ് ഹെൽപ്പ് ലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മെയിൻ ആക്ടിവിറ്റീസ്? See, നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, we are, as I told you earlier, that we have started with the initial attestation part. We do all attestation from all across the world, whether it be US or UK or any document, birth certificate or marriage certificate, education certificate. All these certificates we do attestation part at a very competitive price. More than the competitive price, what we do is the flexibility of reaching these documents on the prescribed time back to the clients. So this is which is very important. Most of the clients, when they come over here, they have to see that the documents reaches in time, and because they have to give these documents for a subordinate reason. So these things we take very much initiative to make sure that the documents are reaching on time. And apart from that, as I told you, we are diversification. Of course, we keep on diversifying our activities into many things where the customers have an urge of getting anything. It's just like a supermarket where a customer comes to us and they get all the needs from our end, whether it be a business startup or an attestation part or a new business setup in other countries or in any other Middle East countries. Apart from that, they can also have the choice of getting a feasibility report from us, accounting structures from us. So it's basically a stopover for all your basic needs for your setting a company in UAE, which is inherently which most of people feel one of the best locations to start up. And as per the expansion comes in, they can always have an expansion through us. They can always ask us, okay, which is the next country where they could expand. Or we can even, since we have access to almost all the departments, we have a right choice to give a right guidance to the customers. പ്രവാസി വിശേഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ കൂടെ ഇത്രയും സമയം ചിലവഴിച്ച മിസ്റ്റർ സജി സാറിന് നന്ദി. Hello and welcome to another segment with Aras Medical Devices Exclusive. As we continue with our journey of exploring more medical devices, today we will learn more about different kinds of cylinders and the color coding. Good evening to all. My name is K.C. Babu from Aras Medical Devices Equipment Co. LLC, Director of Aras Medical Group. Today we are going to cover the medical and laboratory gas cylinders and its use. Clearly we have to make a clear definition to each and every gases to be delivering through the cylinders. Why we are up to talking today is the cylinder management. Cylinder is every corner there is a cylinders.
cylinder which is getting through for medical applications or laboratory applications or normal or a domestic purpose. But there are big difference in color, code is there, also that connection is there, all the different connections, all different gases, different colors. Therefore, we have to be careful while we are using the cylinders. One, we have to go through the what is the color of the cylinder. When you are talking about the cylinder, there is a color code which is giving different standards. Why I am putting this standard about the cylinders means we have an international standard is there. There is an American standard is there, British standard is there, European standard is there. Each and every standard have a different color codes. That color codes may confuse the patient or the nurses or doctors. If you are going to USA, if you are going to Europe, if you are a patient in India, or if you are a patient in the Middle East, in the Middle East itself there are different type of standards they are using. That I want to make it very clear. Most of the cylinders are color coded either in the British standard or a European standard. Therefore, definitely we have to go through the color codes, what is useful in that country. British standard color is white color is used for the oxygen, nitrous oxide is using blue color, then again black is used for the air. Then you got there is no cylinder, but there is a vacuum application, we are using a yellow color. But when you go to the American standard is a different color. Oxygen they are using the green color. Therefore, definitely we have to go through the colors, which I will explain that in the later stage. But today we are covering the oxygen itself. Oxygen is using for the patient whenever there is a life critical situation. Oxygen is giving for the respiratory application, like we are mentioned that in a SpO2 level, saturated oxygen level is reducing. We should give a patient for oxygen. Oxygen you can give through the cylinders. Also there is a PSA or VPSA unit, or when you say PSA means processing absorption unit. We can make a on-site production through the taking from the air, separation from the air. Also there is a liquid oxygen is available, that is a big vessel which is minus 193 degrees centigrade, which will vapor through the ambient temperature. Therefore it can be given directly, not directly, indirectly to the patient via through pipeline. Also you can have a compressed gas cylinder. That's what we are talking about. The different size of cylinders are available. Oxygen which is used for the JSI cylinder or a 240 CFT. Also there is a 24 CFTs there. Also there is a 12 CFTs there. Also there is a 48 CFTs there. Normally that is using for in the hospital or in the clinics or in the different healthcare facilities, they are using cylinders. Thank you very much for this opportunity, and we are extending our thanks and regards to everyone in the area or worldwide. Thank you very much. That brings us to the end of this episode with Aras Medical Devices exclusive. Until we meet next time, this is your host Ansi Herschel signing off. Take care. Bye-bye. Gulf Brothers Hair Fixing. Wipe your baldness forever. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Group. Call 971-424457.
wide variety of delicious dishes instantly. Sharavana Instant Cook. Quality without compromise. മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി നിലമ്പൂർ പ്രവർത്തിക്കുന്ന മിന്നൂസ് ഫുഡ് പ്രോഡക്റ്റ് കമ്പനിയുടെ കമ്പനി ഡയറക്ടർ മിസ്സിസ് സിന്ധു കെയെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് സിന്ധു അരുൺകുമാർ, ടീം മിന്നൂസ് ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ഡയറക്ടറാണ്. ഈ വൺ ഓഫ് ദ ഡയറക്ടർ അരുൺകുമാറാണ്, ഒന്ന് ഞാനുമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനും അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. പ്രൊഡക്ഷൻ സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ യൂസ് ചെയ്യണോ അതേ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു മെറ്റീരിയലും ടേസ്റ്റ് കൂട്ടാനായിട്ടോ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വീടുകളിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു, ഇവിടെ വലിയ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഇതിനുള്ളൂ. ഇപ്പോൾ ആദ്യം ചെറിയ രീതിയിലായിരുന്നു മിന്നൂസ് എന്ന പേരിൽ തുടങ്ങിയത്. ഇപ്പോൾ അത് വലിയ ടീം മിന്നൂസ് എന്ന ഫ്രൂട്ട് പ്രൊഡക്റ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ വർക്കേഴ്സ് കൂടുതലായി ആദ്യത്തേനെക്കാട്ടിലും. ആദ്യം മാർക്കറ്റിംഗ് ഹസ്ബൻഡ് നടത്തുന്നായിരുന്നു. ഇപ്പോൾ ഡ്രൈവേഴ്സ് 3-4 ഡ്രൈവർ അവരുണ്ട് നോക്കി. അക്കൗണ്ടൻറ്റ് സ്റ്റാഫ്സ് കൂടുതലായിട്ട് ഞങ്ങളിപ്പോൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ നിലമ്പൂർ ഇതൊരു ഫാക്ടറി ആയിട്ട് വന്നതിൽ കുറേ ആൾക്കാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. ഒരു 10-30 ഫാമിലീസിനെ നല്ലൊരു ഇതാണ് കാണുന്നത്. ലേഡീസിനെ, പ്രത്യേകിച്ചും ലേഡീസാണ് ഇവിടെ എല്ലാ സ്റ്റാഫും ഉള്ളത്. ഡ്രൈവർമാരൊഴികെ ബാക്കി എല്ലാ സ്റ്റാഫ്സും പ്രൊഡക്ഷൻ സെൻറ്ററിലും പാക്കിംഗ് സെൻറ്ററിലും ഓഫീസിലായാലും എല്ലാം ലേഡീസാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇപ്പം ഞങ്ങളുടെ ടീം മിന്നൂസ് ഇഡ്ഡലി, ദോശ, ബാറ്ററി എല്ലാം നല്ല രീതിയിൽ തന്നെ മൂവിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതേ രീതിയിൽ നല്ല ക്വാളിറ്റി തന്നെ പുതിയ പ്രൊഡക്ട്സുകൾ വിപണിയിൽ എത്തിക്കുവാനാണ് ഞങ്ങളുടെ ടീം മിന്നൂസിൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇനി ടീം മിന്നൂസ് വളരുവാനും ഈ നല്ല രീതിയിൽ മൂവിങ് ആകുവാനും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ടു ടീം മിന്നൂസ് ഫുഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എക്സൈറ്റിംഗ് എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് RJ ജോബി മസല. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാ സെഗ്മെൻറ്റ്സും ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ എഴുതി അറിയിക്കേണ്ട മെയിൽ ID focus123@gmail.com. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, this is Nisha Yusuf signing off. Bye-bye and take care. Focus. Presented by Gulf Brothers Hair Fixing. Wipe your baldness forever. And powered by Chembaga Group of Institution and Vivekananda Memorial Public School. Aris Group, Focus. This program is brought to you by Chembaga Group of Institution and Vivekananda Memorial Public School. Co-powered by Aris Group in association with Pace Group, Grand Hyper, Kuwait. Periyar Rice. Sharavana Instant Cook. Quality without compromise.